Hello friends, welcome back to our channel A Pinch of Love by Lakshmi. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്, അല്ലെങ്കിൽ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചൊരു വീഡിയോ ആണ്. നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന സ്പ്ലിറ്റ് എൻഡ്സ് നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്പ്ലിറ്റ് എൻഡ്സ് മാറ്റാൻ സഹായിക്കുന്ന കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് സ്പ്ലിറ്റ് എൻഡ്സ് വരുന്നത് എന്ന് കൂടിയാട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ ആണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. കൂടാതെ ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. സ്പ്ലിറ്റ് എൻഡ്സ് ഒരുപാട് പേർക്ക് ഉണ്ടെങ്കിലും അത് എന്തുകൊണ്ടാണ് വരുന്നത്, അത് എന്താണ് എന്നുള്ളത് പലർക്കും അറിയില്ലാത്തൊരു കാര്യമായിട്ട്. അപ്പൊ സ്പ്ലിറ്റ് എൻഡ്സ് എന്നുള്ളത് നമ്മുടെ ഈ മുടികളുടെ ഇഴ ഇങ്ങനെ വിണ്ട് കീറുക അല്ലെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോകുന്നതിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് എൻഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ കൂടുതലും കാണുന്നത് നമ്മുടെ മുടിയുടെ ഏറ്റവും അവസാനമായിരിക്കും സ്പ്ലിറ്റ് എൻഡ്സ് കാണുന്നത്. അപ്പൊ ഇത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ബോഡിയിൽ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രിയൻസോ വൈറ്റമിൻസിന്റെ കുറവ് മൂലം മുടി ഇതുപോലെ സ്പ്ലിറ്റ് എൻഡ്സ് വരും. അതുപോലെ തന്നെ ഈ മുടിയുടെ ഏറ്റവും പഴകിയ മുടി, അതായത് നമ്മുടെ ഈ മുടിയുടെ അറ്റം എന്നുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളായിട്ടുള്ളൊരു മുടിയാണ്. അപ്പൊ ആ മുടി ഇഴകളായിരിക്കും കൂടുതൽ കെമിക്കൽസ് ആയിട്ടും ഡേർട്ട് ആയിട്ടും പൊല്യൂഷൻ ആയിട്ടും അതുപോലെ തന്നെ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിരിക്കുന്നത് ആ ഒരു മുടി ഇഴകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പഴകിയ മുടി ഇഴകള് പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ സ്പ്ലിറ്റ് എൻഡ്സ് എന്നുള്ളത് നമ്മുടെ മുടി ഡാമേജ് ആകുന്നു എന്നുള്ളതിന് ഒരു സൈൻ പോലെയാട്ടോ. അപ്പോൾ ഈ മുടി ഇഴകള് സ്പ്ലിറ്റ് എൻഡ്സ് ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സ്പ്ലിറ്റ് എൻഡ്സ് കളയാനായിട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ട്രിമ്മിങ് എന്ന് പറയുന്നത്, അതായത് 6 മാസം കൂടുമ്പോൾ നമ്മുടെ മുടിയുടെ അറ്റം നമ്മൾ ട്രിം ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ ഒരു ഡ്രൈ ആയിട്ട് ഡാമേജ് ആയിരിക്കുന്ന ആ ഒരു ഹെയർ ഒക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി കുറച്ചും കൂടി ഭംഗിയായിട്ടിരിക്കും കേട്ടോ. ഇനി ഞാൻ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്ട്സുകൾ ഞാൻ പറയാം. സ്പ്ലിറ്റ് എൻഡ്സ് മാറാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്ട്സ് ആണിത്. ഒന്ന് എന്നുള്ളത് കോക്കനട്ട് ഓയിൽ ആണ്. കോക്കനട്ട് ഓയിൽ നമുക്കറിയാം നാച്ചുറൽ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. അപ്പൊ കോക്കനട്ട് ഓയിൽ നമ്മുടെ മുടിയിൽ പുരട്ടുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കോക്കനട്ട് മിൽക്ക് ഒരു നാച്ചുറൽ കണ്ടീഷണർ ആണ്. നമ്മുടെ സ്പ്ലിറ്റ് എൻഡ്സ് മാറാനും അതുപോലെ തന്നെ മുടി ഭയങ്കര സോഫ്റ്റും ഡാമേജ് ഒക്കെ മാറാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കോക്കനട്ട് മിൽക്ക് എന്നുള്ളത്. മറ്റൊന്ന് കാസ്റ്റർ ഓയിലും ആവണക്കെണ്ണ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആവണക്കെണ്ണ കോക്കനട്ട് ഓയിലിന്റെ കൂടെ മിക്സ് ചെയ്ത്, അതായത് 2:1 റേഷ്യോയിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ മുടിയിഴകളിൽ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്കറിയാലോ ആവണക്കെണ്ണ എന്ന് വെച്ചാൽ ഇത്തിരി ഇങ്ങനെ ഒരു തിക്കായിട്ടുള്ള ഒരു ഓയിലാണ്. അപ്പൊ അത് മുടിയിൽ നേരിട്ട് പുരട്ടുന്നേക്കാൾ നല്ലത് നമ്മളൊരു കോക്കനട്ട് ഓയിലിന്റെ കൂടെ മിക്സ് ചെയ്ത് നമ്മൾ പുരട്ടുന്നത് കേട്ടോ. പിന്നത്തെ ഏറ്റവും നല്ല ഒന്നാണ് പഴം എന്ന് പറയുന്നത്. അപ്പൊ പഴം നന്നായിട്ട് ഉടച്ചിട്ട് ഇതുപോലെ നിങ്ങൾക്ക് കോക്കനട്ട് മിൽക്കിന്റെ കൂടെ ചേർക്കാം, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലിന്റെ കൂടെ ചേർത്ത് നിങ്ങൾക്ക് ഒരു മാസ്ക് പോലെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. മറ്റൊന്ന് ഹണി നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. നമ്മുടെ മുടിയിൽ മോയ്സ്ചർ ബ്ലോക്ക് ചെയ്യാനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഹണി ഒരു ബെസ്റ്റ് ആണ്. പിന്നെ ഒന്ന് ഉള്ളത് പപ്പായ ആണ്. നമ്മുടെ പപ്പായ ഇതുപോലെ തന്നെ നമുക്ക് ഈ കോക്കനട്ട് ഓയിലിന്റെ കൂടെയോ കോക്കനട്ട് മിൽക്കിന്റെ കൂടെയോ അല്ലെങ്കിൽ ഹണിയുടെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഒരു മാസ്ക് ആയിട്ട് പ്രിപ്പയർ ചെയ്യാവുന്ന ഒന്നാട്ടോ. അപ്പോൾ ഈ ഏതൊക്കെയാണ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത്, ചിലർക്ക് ഇപ്പൊ പപ്പായ ഉണ്ടാവും, ചിലർക്ക് ഇപ്പൊ ബനാന ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു മിക്സ് ആൻഡ് മാച്ച് നടത്താം. നിങ്ങൾക്ക് അറിയാം ഏതാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അവൈലബിൾ ആയിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഇപ്പൊ ഒരു പപ്പായ കോക്കനട്ട് മിൽക്ക് കൂടി ചേർത്ത് ഒരു ഹെയർ മാസ്ക് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ബനാനയും കോക്കനട്ട് ഓയിലും കൂടി ചേർത്ത് ഒരു മാസ്ക് പോലെ പ്രിപ്പയർ ചെയ്യാം. അല്ലെങ്കിൽ ബനാനയും ഹണിയും കൂടി ചേർത്ത് ഒരു മാസ്ക് പോലെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ ഈസി ആയിട്ടുള്ളത് അത് നിങ്ങൾ മുടി ഇഴകളിൽ നിങ്ങൾ പുരട്ടി ഒരു 20 മിനിറ്റോളം നിങ്ങളുടെ മുടി ഇഴകളിൽ വച്ച ശേഷം നിങ്ങൾ കഴുകി കളയാവുന്നതാട്ടോ. അപ്പോൾ ഇത് ഏറ്റവും എളുപ്പമായ ഒരു വഴിയാണ്. പിന്നെ ഉള്ളത് നമുക്ക് ട്രിം ചെയ്ത് കളയാന്നുള്ളത്. അപ്പോൾ ഇത്
ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി സ്പ്ലിറ്റ് എൻഡ്സ് വരാണ്ട് ഹെൽപ്പ് ചെയ്യുക മാത്രമല്ല നമ്മുടെ മുടിയിലെ ഡാമേജും ഫ്രിസ്നസ് എല്ലാം മാറാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടി ആട്ടോ ഇത്. അപ്പൊ ഏതൊക്കെയാണ് ഈ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായല്ലോ. ഒരു മിക്സ് ആൻഡ് മാച്ച് നടത്തി നിങ്ങളൊരു ഹെയർ മാസ്ക് പ്രിപ്പയർ ചെയ്ത് ഇട്ടാൽ മതി. അപ്പോൾ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടെങ്കിൽ ഇത് ഈ മാസ്ക് ഇട്ട് ഒറ്റ തവണ കൊണ്ട് മാറും എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ നമ്മൾ ഇതൊരു കണ്ടിന്യൂസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മുടിയിലെ സ്പ്ലിറ്റ് എൻഡ്സ് വരാതിരിക്കാനും അതുപോലെ തന്നെ ഡാമേജ് മാറാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും എന്താണ് സ്പ്ലിറ്റ് എൻഡ്സ്, എന്തുകൊണ്ടാണ് വരുന്നത്, ഇത് വരാതിരിക്കാനും വന്ന അത് മാറാനും എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം കേട്ടോ, എനിക്ക് സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ട് എന്ന്. അപ്പോൾ എത്ര പേർക്ക് ഉണ്ട് ഇല്ല എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.